തമിഴ് സിനിമയിലെ രാധിക ശരത് കുമാറിന് ഉണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നു. ഏകദേശം 40-46 വർഷത്തോളമായി ദക്ഷിണേന്ത്യൻ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന രാധികയ്ക്കുണ്ടായ ഒരു അനുഭവം. മലയാള സിനിമയിലാണ് അവർക്ക് ഈ രീതിയിലുള്ള വൃത്തികെട്ടൊരു അനുഭവം ഉണ്ടായത്. അവരിപ്പോൾ അത് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. രാധികയുടെ ധാരാളം സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ മലയാള സിനിമാ രംഗത്ത് വന്നപ്പം അവിടെ ലൊക്കേഷനിൽ അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന കാരവണിൽ കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ. അവിടെ ഒരു ഒളിക്യാമറ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർ നോക്കിയപ്പം അത് ശരിയാണ്. അവർ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടി താഴെ ഇറങ്ങി ഡ്രസ്സ് മാറാൻ അവർ കാറിൽ അവരുടെ ഹോട്ടൽ മുറിയിലേക്ക് പോയി. ഇതാണ് അവർക്കുണ്ടായ അനുഭവം മലയാള സിനിമയിൽ നിന്ന്. പല നടന്മാരുടെയും അവരുടെ കയ്യിലിരിക്കുന്ന വില കൂടിയ മൊബൈൽ ഫോണുകളിൽ പല നടിമാരുടെയും ഇതുപോലുള്ള ദൃശ്യങ്ങൾ അവരെടുത്ത് പ്രത്യേക ഫോൾഡറിൽ സൂക്ഷിക്കുന്നു. ലൊക്കേഷൻ സ്ഥലത്ത് നടന്മാർ ഒന്നിച്ച് മാറിയിരുന്ന് ഇത് കണ്ട് രസിക്കുന്നു. സിനിമാ രംഗത്തുള്ള പല നടിമാരുടെയും ഇതുപോലുള്ള ദൃശ്യങ്ങൾ കാരവലിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ രഹസ്യമായി എടുത്തിട്ട് അത് ഓരോ നടിമാർക്കും പ്രത്യേക ഫോൾഡറായി അവരവരുടെ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുന്ന വളരെ വൃത്തികെട്ടതായ ഒരു രീതി മലയാളത്തിലെ ചില നടന്മാർക്കുണ്ട് എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം, മലയാള സിനിമയിലെ ഒരു വിഭാഗം ലീഡിങ് നടന്മാർക്ക് വളരെ വൃത്തികെട്ടായ ഒരു മനസ്സ്, അവരുടെ മനസ്സിലുള്ള വൈകൃതങ്ങൾ, ലൈംഗികമായ വൈകൃതങ്ങൾ, അത് സിനിമ രംഗത്തുള്ള നടിമാരുടെ പുറത്ത് അവരുടെ പുറത്ത് ആശ്ലേഷിച്ച് അത് കാണാനുള്ള, അല്ലെങ്കിൽ അവരെ ബലമായി പീഡിപ്പിച്ച ശേഷം അത് കാണാനുള്ള ഒരു വൈകൃത മനസ്സുമായിട്ടാണ് മലയാളത്തിലെ ലീഡിംഗ് ആയ പല നടന്മാരും ഇപ്പോൾ വെളിയിൽ വരുന്ന പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത്. സംസ്കാരമുള്ളവർ മലയാള സിനിമയിൽ വളരെ കുറവാണ്. നല്ല അറിവും പാണ്ഡിത്യമുള്ളവരാണ് ഈ രംഗത്ത് വരേണ്ടത്. ഏറ്റവും മ്ലേച്ഛമായ മലിനമായ മനസ്സ് നടക്കുന്ന ചില ആൾക്കാർ അവരുടെ അഭിനയ സിദ്ധി കൊണ്ട് അവർ ഉന്നത പൊസിഷനിൽ അല്ലെങ്കിൽ നടന്മാരുടെ മുകൾത്തട്ടിലേക്ക് വന്നെങ്കിലും മനസ്സൊന്നുകൂടെ വൈകൃതവും മനസ്സൊന്നുകൂടെ മലിനമായി ആണ് കാണുന്നത്. സംസ്കാരമുള്ളവരൊന്നും അല്ല അവർ. നമ്മൾക്ക് പലരും അവരെ അഭിനയസിദ്ധി കൊണ്ട് ആരാധിക്കുമെങ്കിലും ഇപ്പം ഇനി അവർ റോഡിലിറങ്ങിയ കല്ലെറിയുന്ന സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞു. സ്ത്രീകളെ ഇത്ര അവമാനിക്കുകയും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇതുപോലുള്ള രംഗങ്ങൾ അവരറിയാതെ രഹസ്യമായി ഷൂട്ട് ചെയ്ത് അവരുടെ മൊബൈലിൽ അത് കണ്ട് ആസ്വദിക്കുകയും ഒരു നടിയുടെ വൈകൃതമായ രീതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ നഗ്നമായ അവരുടെ ഒരു പടം അവരെ പിടിച്ചെടുത്തിട്ട് തൻ്റെ മൊബൈലിൽ സൂക്ഷിച്ചിട്ട് അതേ രീതിയിലുള്ള പടങ്ങൾ മറ്റ് പല നടിമാരുടെയും ശേഖരിക്കുക, അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെയും പല അറിയപ്പെടുന്ന നടികളെ സൂക്ഷിക്കുന്ന ഒരു വൈകൃതമായ മനസ്സുള്ളവരാണ് മലയാളത്തിലെ ഉന്നതരായ പല നടന്മാരും എന്ന് ഇപ്പം വെളിവായി. അവരെയൊക്കെ നമ്മൾ ആരാധിക്കുകയും അവരെയൊക്കെ ദൈവതുല്യമായി കാണുകയും ഒക്കെ ചെയ്തത് നമ്മൾ അവരുടെ അഭിനയസിദ്ധി കൊണ്ട് മാത്രമാണ്. മനസ്സിൽ എന്താണ് നടക്കണമെന്ന് അറിയാതെയാണ്. ഇപ്പം അതും വെളിയിലായി കഴിഞ്ഞു. ഈ രാധിക ശരത് കുമാർ അവർ പറയുന്നത് ഇതുപോലെയുള്ള ഒരു കാരവനിൽ ഒന്നെങ്കിൽ ആ കാരവൻ ഒരു ഉന്നതനായ ഒരു നടൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ആ കാരവന് അവിടുത്തെ ഡയറക്ടറെ ആയിരിക്കും, ഡയറക്ടറുടെ കൺട്രോളിലുള്ളതായിരിക്കാം. അപ്പം അങ്ങനെയുള്ള നമ്മൾ കണക്കാക്കുന്ന ഉന്നതമായ പൊസിഷനിൽ നിൽക്കുന്ന സിനിമാ രംഗത്തെ സംവിധായകർ, നടന്മാർ, അവർക്കൊക്കെയാണ് അത് ഈ കാരവനുള്ളത്. ആ കാരവനിലാണ് അവർ ഈ വികൃതമായ ഇവരുടെ അല്ലെങ്കിൽ രീതിയിലുള്ള അല്ലെങ്കിൽ ഇവരുടെ നഗ്നമായ ഫോട്ടോ എടുക്കാനുള്ള ക്യാമറകൾ സൂക്ഷിക്കുന്നത് നമ്മൾ കാണുമ്പം നമ്മൾ നടുങ്ങിപ്പോവുകയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ നടന്മാരെ മലയാളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്തേ പറ്റുള്ളൂ. ദേശീയ വനിതാ കമ്മീഷനിലെ ഇപ്പം BJP വക്താക്കളായ
സന്ദീപ് വാചസ്പതിയും PR ശിവശങ്കരനും ഒരു പരാതി കൊടുത്തിരിക്കുന്നു. മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന ഈ ലൈംഗികമായ ചൂഷണം, ലൈംഗികമായ ഈ നടന്മാരുടെ പ്രവൃത്തികൾ, സ്ത്രീകളെ അവമാനിക്കുന്നത്, ഇതിനെ കൊടുത്ത പരാതി ആ റിപ്പോർട്ട്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതേപടി സെൻസർ ചെയ്യാതെ അവിടെ എത്തിക്കാൻ ദേശീയ വനിതാ കമ്മീഷനിൽ നിന്ന് ഡയറക്ഷൻ വന്നു കഴിഞ്ഞു. ഒരാഴ്ചക്കകം എത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ദേശീയ തലത്തിലേക്ക് പോയി കഴിഞ്ഞു. വനിതാ കമ്മീഷൻ അത് പരിശോധിച്ചിട്ട് അതിനകത്തുള്ള നടന്മാർക്കെതിരായിട്ട് നടപടി ഉണ്ടാകും എന്ന് അവർ വിധി എഴുതി. കേരള ഹൈക്കോടതി അതനുസരിച്ചുള്ള ഒരു വിധി വരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് 10-ാം തീയതി. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് മൂടി വെക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. സാംസ്കാരിക വകുപ്പിലെ ചില വ്യക്തികളാണ് ഇത് മൂടി വെക്കാൻ ശ്രമിക്കുന്നത്. ഇതിനകത്തെല്ലാം ഉള്ള ഈ ആരോപണം വന്നിരിക്കുന്നവരെല്ലാം CPM-ൻ്റെ ഫോളോവേഴ്സാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ളൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തോ CPM ഭാഗത്തോ ഉണ്ടായാൽ അത് പാർട്ടിക്ക് വളരെ മോശമായി പോകും. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാകില്ലെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതൊക്കെ കാണുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവർ ദുർവിനിയോഗം ചെയ്യുന്നത് ഒന്നും പാർട്ടിയുടെ അറിവോടെയല്ല. പാർട്ടിക്കകത്ത് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. മുകേഷിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. അവർ പാർട്ടി വക്താക്കളായി അല്ലെങ്കിൽ പാർട്ടിയുടെ ചുമതലയുള്ള ചില പൊസിഷനിൽ ഇരിക്കുന്നെന്ന് വിചാരിച്ച് അവർ കാണിക്കുന്ന ഈ ലൈംഗികമായ ഈ വൈകൃതങ്ങൾ, ഈ പെരുമാറ്റങ്ങൾ, ഈ പീഡനങ്ങൾ, അതിനൊന്നും പാർട്ടി ഉത്തരവാദിത്തമല്ല. പാർട്ടി അവരെ തള്ളി പറഞ്ഞേ പറ്റുള്ളൂ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേ പറ്റുള്ളൂ. ഇനി നമുക്കറിയാം, മലയാള സിനിമയിലെ ഒന്നിനു പുറകെ ഒന്നായി ധാരാളം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. രാധിക ശരത്കുമാറിനെ പോലെ ഒരു സീനിയറായ ആർട്ടിസ്റ്റ് 46 വർഷത്തോളം ഈ രംഗത്തുള്ളവരാണ്. 10, 55, 58 വയസ്സായവരാണ്. അവരാണത് പറയുന്നത്. അവർ പല സന്ദർഭത്തിലും അവർ താമസിക്കുന്നതിനടുത്ത് മറ്റ് ആർട്ടിസ്റ്റുകളുടെ, ലേഡി ആർട്ടിസ്റ്റുകളുടെ വാതിൽ മുട്ടുന്ന ധാരാളം കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാതിൽ മുട്ടി ശല്യം രാത്രികാലങ്ങളിൽ ഇവർക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ അവരെ ഭീഷണിപ്പെടുത്തി, ഭീതിപ്പെടുത്തി, അവരെ ടെററൈസ് ചെയ്ത് അങ്ങനെയുള്ള കുറേ നടന്മാരും സംവിധായകരും ടെക്നീഷ്യന്മാരും മലയാള സിനിമയിലുണ്ട്. അവരെ മുഴുവൻ പുറത്താക്കിയേ പറ്റുള്ളൂ. അവർക്കിനി ഒരു അവസരം കൊടുക്കാനൊക്കില്ല. എത്ര ഉന്നത നടനായാലും ശരി, അവർക്കിനി മലയാള സിനിമയിലൊരു അവസരം. കാരണം ജനം അംഗീകരിക്കത്തില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല. നമ്മൾ മലയാള സിനിമയിലെ ഈ ഉള്ളിലുള്ള ഈ വൈകൃതങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് സിനിമയോടുള്ള ആരാധന കൊണ്ട്, നടന്മാരുടെ അഭിനയ മുഹൂർത്തങ്ങൾ കണ്ട്, അതിനകത്തുള്ള സംഗീതങ്ങൾ കണ്ട്, അതിനകത്തുള്ള ക്യാമറ ടെക്നിക്ക് കണ്ട്, അതിനകത്തുള്ള പ്രകൃതി സൗന്ദര്യം കണ്ടൊക്കെ നമ്മൾ ആസ്വദിച്ച് പോകുന്നതാണ്. പക്ഷേ ഇവരുടെ ഈ ലൈംഗികമായ ഈ ചൂഷണങ്ങൾ അത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അത് നമ്മൾ ആസ്വദിക്കുന്നവരല്ല. നമ്മുടെ സഹോദരിമാർക്കുണ്ടാകുന്ന ഇത്തരമായ തിക്ത അനുഭവങ്ങൾക്കെതിരായി ശബ്ദിച്ചേ പറ്റുള്ളൂ. അത് സിനിമാ രംഗത്തുള്ളവർ ശബ്ദിച്ചേ പറ്റുള്ളൂ. അത് പല എഴുത്തുകാരും, അറിയപ്പെടുന്ന പത്മനാഭൻ ഉൾപ്പെടെയുള്ളവരെല്ലാം അതിനെപ്പറ്റി വളരെ അധികം ശക്തമായി പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ടി പത്മനാഭന് തീർച്ചയായിട്ടും മലയാളത്തിലെ ഏറ്റവും മുന്തിയ എഴുത്തുകാരിൽ ഒരാളാണ്, ഏറ്റവും സീനിയറാണ്. അദ്ദേഹം വരെ അത് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും രാധിക ശരത്കുമാറിൻ്റെ വെളിപ്പെടുത്തൽ മലയാള സിനിമ മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി കാണാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ.